ഇപ്പോൾ 2 ദിവസം മുമ്പ് എൻ്റെ വാഹനം ഇവിടെ തിരൂർ ടൊയോട്ടയുടെ ഷോറൂമിലേക്ക് സർവീസിൻ്റെ ആവശ്യത്തിനുമായി രാവിലെ കൊണ്ടുപോയ വാഹനം ആ ഷോറൂമിൽ അവിടെ മറ്റു സർവീസ് സംബന്ധമായ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതിലൂടെ വാഹനം പാസ് ചെയ്തതായിട്ട് ഇവിടുന്ന് ടോൾ കട്ടായിട്ട് കാണിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് അതിൻ്റെ പേരിൽ പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ അപ്പോൾ നമ്മൾ കാണേണ്ടത് ഒരു 5 മണിക്ക് 5:35 ടൊയോട്ടയുടെ ഷോറൂമിൽ കിടക്കുന്ന വാഹനം ഈ വെട്ടിച്ചിറ ടോൾ പാസയിലൂടെ പോയി എന്ന് പറഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ നമുക്കിത് മനസ്സിലായേക്കാം. പക്ഷേ എത്രയോ സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെ അവരുടെ പണം ഊറ്റി കുടിക്കുന്ന ഇവരുടെ കേന്ദ്ര സർക്കാരിൻ്റെ നയവും ഇത്തരം സ്വകാര്യ കമ്പനികളും അവരുടെ തൊഴിലാളികളും ഒക്കെ ചെയ്യുന്ന ഈ സമീപനം അതങ്ങനെ വെച്ച് പൊറുപ്പിക്കാൻ വേണ്ടി കഴിയില്ല. ഫാസ്ടാഗ് ഇല്ലാത്തവരുടെ കയ്യിൽ നിന്ന് എത്ര തുകയും വാങ്ങാമെന്നാണ് ഇവിടെ ഉപയോഗിക്കുന്ന QR കോഡ് പോലും. കാരണം ഫിക്സഡായ ഒരു റേറ്റ് കാണിച്ചുകൊണ്ടുള്ള QR കോഡ് പോലുമല്ല ഈ ടോൾ പ്ലാസയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം തെറ്റായ രീതിയിലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് ഈ ടോൾ പ്ലാസ കടന്നു പോകുന്ന 2 മണ്ഡലം, തിരൂരിനെയും കോട്ടയം, കാലങ്ങളായി UDF കൈകാര്യം ചെയ്യുന്ന നിയോജക മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ MLA മാർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. മാത്രമല്ല ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ ലീഗിൻ്റെ നേതാവാണ്. ലീഗിൻ്റെ നേതാവ് പറയുകയാണ് ഇവിടെ ആളുകളെ കൊണ്ടുവന്നിരുത്തി ലീഗ് ഇങ്ങനെ ഒരു സമരം എടുക്കും, ഇവിടെ വരും, ഒരു ചെറിയ ചർച്ച എടുത്ത് സമരമൊന്നുമില്ല, അവർ അതുവരെ വരും. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് 2 ദിവസം ഈ പ്രദേശത്ത് വന്നപ്പോൾ ഈ പ്രദേശത്ത് ഒരാൾ പറയുകയാണ് ഈ വിഷയം സംസാരിക്കാൻ നാട്ടിലെ ജനങ്ങളുടെ ശക്തമായ ആവശ്യപ്രകാരം നാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ട് 2 MLA മാർ ഈ പ്രദേശത്ത് വന്നു. അവർ കൂടെ കുറച്ച് ലീഗിൻ്റെ പ്രവർത്തകരുണ്ടായിരുന്നു, ഒരു പ്രകടന മാർച്ചായിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. ആ സർവീസ് റോഡിൻ്റെ അവിടെ വെച്ച് അവർ അവസാനിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഈ ആവശ്യമായി എത്തേണ്ട കേന്ദ്രത്തിലേക്ക് സമരം എത്തിക്കാൻ പോലും അവർക്ക് കരുത്തും അതിനുള്ള തയ്യാറെടുപ്പും ഇല്ലാതെയാണ് അവർ പോകുന്നത്. അതിനർത്ഥം ഇത്തരം ഈ ഗുണ്ടാ പിരിവിലൂടെ ഒരു ലീഗിൻ്റെ ഇവിടുത്തെ നേതാവിനും ഇവിടുത്തെ പ്രാദേശിക ലീഗിൻ്റെ നേതൃത്വത്തിനുമൊക്കെ ഇതിൽ പങ്കുണ്ട്, അതിൻ്റെ വിഹിതം അവർ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരോടൊപ്പം അവർക്ക് നിൽക്കാൻ വേണ്ടി കഴിയാത്തത്. ന്യായമായ ആവശ്യം ഉയർത്തും അതിനോടൊപ്പം നിൽക്കാൻ അവർ കഴിയാതെ പോകുന്നത്. അത്തരം ആവശ്യങ്ങൾ, അത്തരം പങ്കുപറ്റലും അല്ലെങ്കിൽ അവരോട് മൃദുപ്പെട്ട് അവർക്ക് കീഴ്പ്പെട്ട് നിൽക്കേണ്ട സാഹചര്യം ഇവിടുത്തെ ഇടതുപക്ഷത്തിനോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ ഇല്ല. ഞങ്ങൾക്ക് മുന്നും നോക്കാതെ ഇറങ്ങി വേണ്ട പണി ഇവിടെ എടുത്ത് മുന്നോട്ട് പോകേണ്ടി വരും.